മഹാഭാരത കഥ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ പല സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ്. മഹാഭാരതം എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ആൻഷ്യന്റ് ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും പ്രസിദ്ധരായ ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ ഒന്നാമത് നിൽക്കുന്ന ആളായിരിക്കും ദ്രോണാചാര്യ എന്ന് പറയുന്നത്. ആയുധാഭ്യാസങ്ങളിലും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിലും വളരെ പ്രഗത്ഭനായിട്ടുള്ള ടീച്ചറെ. ദ്രോണാചാര്യ ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാഭാരത കഥയിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, പാണ്ഡവന്മാരെയും കൗരവന്മാരെയൊക്കെ ട്രെയിൻ ചെയ്തിരുന്ന അന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ടീച്ചറായിരുന്നു അദ്ദേഹം. പക്ഷേ ദ്രോണാചാര്യയുടെ ബെസ്റ്റ് ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ പെട്ട ഏറ്റവും ടോപ്പ് ആളുകൾ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറെ ആളുകൾ അർജുൻ പറയാറുണ്ട്, കുറെ ആൾക്കാർ ഏകലവ്യ പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഏകലവ്യായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ടോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആളുകൾക്ക് ഇതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ഉണ്ടാവും. ബട്ട് എനിവേ ഞാൻ പറയുന്നു, ഏകലവ്യാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ശിഷ്യന്മാരിൽ ഒരാളെന്ന്. കാരണം എന്താ, ഏകലവ്യ ഒരിക്കലും ദ്രോണാചാര്യയുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് അസിസ്റ്റൻസിൽ ഒന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഏകലവ്യയുടെ എല്ലാ സ്കില്ലുകളും ഏകലവ്യ സ്വന്തം പഠിച്ചുള്ള കാര്യങ്ങളായിരുന്നു. എന്നിട്ടും ദ്രോണാചാര്യയുടെ ബെസ്റ്റ് ശിഷ്യനായിട്ട് ഏകലവ്യ കാണുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ. ഏകലവ്യ എന്ന് പറയുന്നത് ഒരു വേട്ടയാടി നടന്നിരുന്ന, അല്ലെങ്കിൽ അന്ന് ഒരുപാട് നമുക്കറിയാം ഹണ്ടിങ് നടത്തിയിരുന്ന ഒരാളുടെ മകനായിരുന്നു ഏകലവ്യ. സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന പാണ്ഡവന്മാരെയും കൗരവന്മാരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജാതിയിൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യയുടെ അണ്ടറിൽ പഠിക്കുക എന്നുള്ളത് ഏകലവ്യയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ ഏകലവ്യ ചെയ്തുള്ള ഒരു കാര്യം ഇത്രയായിരുന്നു, ദ്രോണാചാര്യയുടെ അതേ ഷേപ്പുള്ള, അതായത് അദ്ദേഹത്തെ കണ്ട അതേപോലെയുള്ള ഒരു കളിമൺ കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കുകയും ആ പ്രതിമ തൻ്റെ ഗുരുവാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട്, എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ആ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അർജുൻ ചെയ്തതിനേക്കാളും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഒക്കെ ആയിക്കൊണ്ട് ഇദ്ദേഹം ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അർജുൻ ഒരു 10 പ്രാവശ്യം അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 20 പ്രാവശ്യം ആര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? ഏകലവ്യ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസം മുഴുവൻ അർജുൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ആര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏകലവ്യ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഈ ദ്രോണാചാര്യ ഡയറക്റ്റ് നേരിട്ട് ട്രെയിൻ ചെയ്യുന്ന പാണ്ഡവന്മാരെക്കാളും അല്ലെങ്കിൽ കൗരവന്മാരെക്കാളും ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള, അവരെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് ഏകലവ്യ മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ദ്രോണാചാര്യ ഹണ്ടിങ്ങിന് ഇറങ്ങുന്ന സമയത്ത്, വേട്ടയാടാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വളരെ യാദൃശികമായിക്കൊണ്ടാണ് ഏകലവ്യ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ ഒരു ഏരിയയിലെത്തുന്നത്. ഏകലവ്യയുടെ സ്കില്ലുകൾ കണ്ടിട്ട് ദ്രോണാചാര്യ തന്നെ വളരെയധികം നെട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് താൻ ഡയറക്റ്റ് ട്രെയിൻ ചെയ്ത ആളുകളെക്കാളും വളരെ അടിപൊളിയായിക്കൊണ്ട്, വളരെ സ്കിൽഡ് ആയിക്കൊണ്ട് ഇദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ചത്? ഏകലവ്യനോട് ചോദിക്കുകയാണ്, ദ്രോണാചാര്യ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഏകലവ്യ പറഞ്ഞു, ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ്. പക്ഷേ എൻ്റെ ഗുരു ആയിക്കൊണ്ട് ഞാൻ താങ്കളെ മനസ്സിൽ വിചാരിച്ചിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു കളിമണ്ണ് കൊണ്ട് പ്രതിമയൊക്കെ ഉണ്ടാക്കിയിരുന്നു പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ആയിപ്പോയി. അതായത് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്തരത്തിൽ ഒരാൾ സെൽഫായിക്കൊണ്ട്, സ്വന്തമായിക്കൊണ്ട് ഇത്രയും ആയുധാഭ്യാസങ്ങളൊക്കെ പഠിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ മൈൻഡിൽ വന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഏകലവ്യയെ വിട്ടാൽ, അല്ലെങ്കിൽ ഏകലവ്യ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ താൻ ട്രെയിൻ ചെയ്ത പാണ്ഡവന്മാരെക്കാളും കൗരവന്മാരെക്കാളും ഇദ്ദേഹം ബെറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ദ്രോണാചാര്യക്ക് അതൊരു പ്രശ്നമാണ്. മാത്രമല്ല താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ കൂടിയാണ് ഇയാൾ. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അത് എങ്ങനെ തടയണമെന്ന് വിചാരിച്ചുകൊണ്ട് ദ്രോണാചാര്യ ചെയ്തൊരു കാര്യം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഗുരുദക്ഷിണ ചോദിച്ചു. ഗുരുദക്ഷിണയായിട്ട് എന്താ ചോദിച്ചത്? റൈറ്റ് ഹാൻഡിന്റെ തമ്പാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു അമ്പ് ചെയ്യുന്ന ഒരാൾ, അമ്പയത്തിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഹാൻഡിന്റെ തമ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അത് മുറിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗുരുദക്ഷിണ ആയിക്കൊണ്ട് ദ്രോണാചാര്യ ചോദിച്ചത്. പക്ഷേ ഏകലവ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഗുരുഭക്തി ഉള്ള ആളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് മുറിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും സ്കൂളിൽ കേട്ടിട്ടുള്ള കഥയാണ്. പക്ഷേ ഇതേ സമയം ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഏകലവ്യയെ ഒരു ബെസ്റ്റ് ശിഷ്യനായിക്കൊണ്ട്, അർജുനേക്കാളും ബെസ്റ്റ് ശിഷ്യനായിക്കൊണ്ട് ഏകലവ്യയെ ഞാൻ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ പൊതുവെ ഒരുപാട് ആളുകൾ അങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ഗുരുവിനോടുള്ള ഭയഭക്തി ബഹുമാനം അവിടെ കീപ്പ് ചെയ്തു. പക്ഷേ ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളത്? ദ്രോണാചാര്യ ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ചതി അല്ലെങ്കിൽ ഒരു വഞ്ചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഒരു ഗുരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും റോൾ മോഡലായിട്ട് പല ആളുകളെയും കരുതും, പല ആളുകളെയും ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും, പല ആളുകളുടെയും ലൈഫ് അതുപോലെ കോപ്പി അടിക്കാൻ ട്രൈ ചെയ്യും. പക്ഷേ എല്ലാവരുടെയും, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട്, നമ്മൾ ഗുരുവായിട്ട് കാണുന്ന ഏതൊരാൾക്കും പല സൈഡുകളുണ്ടാവും. ചില കാര്യങ്ങൾ അയാൾ വളരെ എക്സ്പെർട്ട് ആയിരിക്കും, ചില കാര്യങ്ങൾ വളരെ അടിപൊളിയായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡ് അയാൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്, ദ്രോണാചാര്യയെ പോലെ. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം, അതിനുശേഷം നടന്ന കാര്യങ്ങളും നിങ്ങൾ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവും. അതായത് അതുകൊണ്ട് ആ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് മുറിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഏകലവ്യ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു? പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാല് കൊണ്ടുവരെ അമ്പ ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, അത് ആദ്യത്തേനേക്കാളും സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായി മാറി എന്നുള്ളതാണ്.
പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിന് ഈ ഒരു കൈ കൊണ്ട് അമ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പാണ്ഡവന്മാരായിട്ടും കൗരവന്മാരായിട്ടും ഡയറക്റ്റ് മത്സരിക്കാൻ പറ്റാതെ പോയി. പക്ഷേ പിന്നീട് അങ്ങോട്ട് മഹാഭാരത കഥ നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവന്മാരുടെ സൈഡിൽ നിന്നുകൊണ്ട് അവരുടെ മെയിൻ പോരാളിയായി മാറിയതും ഇതേ ഏകലവ്യ തന്നെയാണ്. സോ അവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട് എങ്കിൽ, അതായത് എത്ര വലിയ ഓബ്സ്റ്റക്കിൾസ് നമ്മുടെ മുന്നിൽ വന്നാലും എത്ര വലിയ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട്, അവിടെ എത്തിപ്പെടണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഉണ്ട് എങ്കിൽ അതിന് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ റോൾ മോഡൽ ആക്കുമ്പോൾ അയാളുടെ കംപ്ലീറ്റ് ലൈഫിനെ അല്ല നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത്, അയാളുടെ ബെസ്റ്റ് ക്വാളിറ്റീസിനെ മാത്രമാണ് റോൾ മോഡൽ ആക്കേണ്ടത്. ദ്രോണാചാര്യ എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭനായ ഒരു ടീച്ചറായിരുന്നു, ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ശീലങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ക്വാളിറ്റീസ് എടുക്കുക, അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഡിറ്റർമിനേഷൻ ആണ്. അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പല ഓബ്സ്റ്റക്കിൾസും വരും അല്ലെ, പല ചലഞ്ചസും വരും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡെസ്പായി പോയി ഡീമോട്ടിവേറ്റഡ് ആവുന്നതിന് പകരം ഏകലവ്യയെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡിന്റെ തമ്പാണ് പോയത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണത്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ട് ആദ്യത്തേതിനേക്കാളും ബെസ്റ്റായി മാറി എന്നുള്ളതാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഒരു ചലഞ്ചിങ് ലൈഫായിട്ട് വരുന്നതും അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഉയർന്നു വരിക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോട്ട് വരുന്നതും. നിങ്ങൾ ഏതൊരാളെടുത്ത് നോക്കിയാലും, ഇന്ന് പ്രസിദ്ധരായിട്ടുള്ള ഏതൊരാളെടുത്ത് നോക്കിയാലും അയാളുടെ പാസ്റ്റിൽ, ഭൂതകാലത്തിൽ ഒരിക്കലും അയാൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആ ചലഞ്ചസിലൂടെ വന്നതുകൊണ്ടാണ് അയാൾക്ക് ഇന്ന് കാണുന്ന രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടും നിൽക്കാൻ പറ്റുന്നത്. വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ല, വീട്ടിൽ നല്ല ക്യാഷ് ഉണ്ട്, അത് ആ ക്യാഷ് ഉപയോഗിച്ച് ഒരുപാട് ബിസിനസ് ചെയ്തു, എന്നിട്ട് ഒരുപാട് വളർന്നു എന്നുള്ളതല്ല. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഒരു ജേർണിയിൽ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ്, ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടാവും, ഒരുപാട് ചലഞ്ചസ്, പലപ്പോഴും നിർത്തിപ്പോവാൻ വരെ തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനെ ഫേസ് ചെയ്തു, അതിൻ്റെ മുന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ പല ആളുകളും ഇന്ന് വളരെ സക്സസ് ആണ് എന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമുക്ക് എന്താണോ നമ്മുടെ ഡ്രീം, എവിടെയാണോ നമുക്ക് എത്തേണ്ടത്, അതിലോട്ടുള്ള പാത്ത് ഒരിക്കലും സ്മൂത്ത് ആയിരിക്കില്ല, വളരെ ടഫായിരിക്കും. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ആ ഒരു ഫൈനൽ എയിം, ഫൈനൽ ടാർഗറ്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും റോൾ മോഡൽസ് ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഉള്ള ആരെ വേണമെങ്കിലും റോൾ മോഡൽസ് ആക്കാം. പക്ഷേ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് പറ്റുന്നതായിക്കോളുന്നില്ല. സോ ബെസ്റ്റ് ക്വാളിറ്റീസിനെ, ബെസ്റ്റ് പ്രാക്ടീസസിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലോട്ട് എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാത്ത പോലെ മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.